അയ്യോ എല്ലാം പോയില്ലേ. ആമ്പല് വിരിഞ്ഞുണ്ടോ മാളു ചേച്ചിന്റെ വീട്ടില്? സൂപ്പറല്ലേ ആമ്പല്? മാളു ചേച്ചി ഉണ്ടാക്കിയതാണ് അത്രേ. ചോദിച്ചു നോക്ക് മാളു ചേച്ചിന്റെ അടുത്ത്. മാളു ചേച്ചിനോട് ചോദിച്ചു നോക്ക്. താമര വാടിപ്പോയി അല്ലേ? കുംഭവേദനയാണോ? എന്താ ദൂരായിട്ടാ? വീട് മാറ്റണോ? അടുത്തേക്ക് മാറ്റണോ? കുറച്ചേക്ക് മാറ്റിയാ മതിയോ? നാളെ മതി പറയും. നന്ദേന്റെ വീടിന്റെ അവിടെ വെക്കിട്ടോ വീട്. ഖത്തറിലെ വീടിന്റെ അവിടെയാണോ ഇവിടെയാണോ വെക്കണ്ടേ? നന്ദേന്റെ വീടിന്റെ നിലമ്പൂര് വീടിന്റെ ആണോ അതോ ഖത്തർ വീടിന്റെ ആണോ? ഇവിടെ നാട്ടിലത്തെ വീടിന്റെ അവിടെയാണോ? അടുത്ത് വെച്ചാ മതി. നാളെ രാവിലെ വെച്ചാ മതിയോ? അപ്പൊ ഇപ്പൊ തന്നെ വെക്കണോ? ഇപ്പൊ വെക്കാം. നന്ദ പോകുമ്പോ നമുക്ക് വീടും കൊണ്ട് പോവാല്ലേ? കൊണ്ടുപോന്നെ അക്കു എന്തൊക്കെയുണ്ട് വിശേഷം? ഡാൻസ് ക്ലാസ് ഇപ്പൊ വരും. ചോദിച്ചോക്കെ എവിടെയാണ്? റൂമിലുണ്ടോ ജിഷ്ണു മാമൻ? ആ ജിഷ്ണു മാമൻ ഇവിടെ ഉണ്ടോ? ഉറങ്ങാണ്. വിളിക്കണോ? അല്ല നന്ദ വന്നാ വിളിക്കണ്ട പറഞ്ഞിട്ടുണ്ട്. അല്ല ശരിക്കും ജിഷ്ണു മാമൻ ഉണ്ടോ? ഉറങ്ങാൻ ഒന്ന് കാണിച്ചു കൊടുക്കടി ജിഷ്ണു മാമനെ. ജിഷ്ണു മാമനെ കാണിക്കണോ? നന്ദക്കുട്ടി വന്നാൽ ജിഷ്ണു മാമനെ വിളിക്കേണ്ട തെറ്റില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു വെച്ചോക്കെ നന്ദനോട് തെറ്റില്ല. വിളിക്ക് ഇപ്പൊ തന്നെ വിളിക്ക്. തീരുമാനാക്കാൻ ജിഷ്ണു മാമനെ തന്നെയാണോ? ഉറങ്ങാണത്രേ. ഉറങ്ങ നന്ദയ്ക്കൊന്ന് കാണിച്ചു കൊടുക്ക്. ഉറങ്ങിക്കോട്ടെ നന്ദ. ബാഗിൽ കയറി ഇരിക്കുന്നുണ്ടോ? പറ്റിച്ചതാണ് കേട്ടോ. അതിലില്ല ഞാൻ ഉണ്ടാക്കി തരാം. നമുക്ക് വരുന്നത് ആദ്യം തുറന്നു. അപ്പൊ ജിഷ്മാമ ഇതിലൂടെ ഇറങ്ങി ചാടിപ്പോയി. അപ്പത്തേക്ക് ഇങ്ങനെയാണ് ജിഷ്മാവിടെ വിരലി വെച്ച് നോക്ക്. നീ എന്നെ പറഞ്ഞു കൊടുത്തതാണ്. ഇതിലൂടെ ചാടിപ്പോയി ജിഷ്മാമ. ജിഷ്ണുമാ മാളു ചേച്ചിനെ എങ്ങനെയാണ് ഇത്ര കാണാൻ വരല്? ഈ വഴി കൂടെ ലൈൻ അടിച്ചിരുന്ന ടൈമില് അങ്ങനെ ടൈം ഉണ്ടോ? പറയാലോ. എന്താ എങ്ങടാ? ആ റൂമിലോ? എല്ലാ റൂമും കാണിച്ചു തരണം. ഉണ്ടോ? പൊട്ടൂച്ചേ, ജിഷ്ണുമാമൻ ഖത്തറിലല്ലേ? എങ്ങനെ മാളു ചേച്ചിന്റെ വീട്ടിലുണ്ടാവുക? നമ്മൾ മാളു ചേച്ചിനെ മാത്രം കാണാൻ വന്നാണ് ഇങ്ങോട്ട്. കേട്ടോ? എല്ലാ വാതിലും അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കി. തുറന്ന വാതിലുകളൊക്കെ അടച്ചു വെച്ചല്ലോ. അത് പുറത്തേക്കാം. ചിലപ്പോ അതിലെ വരാൻ പറ്റില്ലെങ്കിൽ ഇതിലെ വരും. വെള്ളം പഠിക്കാൻ തീരെ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ അവനെ കൊണ്ട് എല്ലാ റൂമും തുറപ്പിച്ചു ജിഷ്ണുവിനെ തെരഞ്ഞെടുക്കും. താമര കഴിഞ്ഞു അല്ലേ? വിരിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. വിരിഞ്ഞു കഴിഞ്ഞു. ഇത്ര എന്താ ഇവിടെ താമര ഉണ്ടായിരുന്നു. അതാണ് താമര. അത് പക്ഷെ വാടിപ്പോയി. താമരപ്പാടുണ്ടോ? ഉണ്ടോ? അടുത്തുണ്ട്. അവിടെ നിന്ന് മറിഞ്ഞു കെട്ടി വീഴണവരെ ഉണ്ടാവും. വാ അങ്ങോട്ട് വാ.
കൊഞ്ചല്ലേ വാ. കള്ളന്മാരൊന്നും കേറാതിരിക്കാന്. നന്ദേന്റെ വീട് പോലെ വെക്കണ്ടെന്നാ നോക്ക്. ഒരു സൂപ്പർ സാധനം ഉണ്ട് ഇവിടെ. എന്താ നോക്ക്. ഏത് മതി? കേക്കോ? എന്നാ വാ. എന്താന്നറിയോ? ഇത് വേണ്ട. പിന്നെന്താ വേണ്ട? ഇതാണോ വേണ്ടേ? ഇതാണോ വേണ്ടേ? ഇതുകൊണ്ട് എടുത്താൽ മതി. കഴിക്ക്. നോക്കട്ടെ. കഴിക്കുന്നത് കാണിച്ചു കൊടുക്ക്. മാളിച്ചേച്ചി ഒന്നും തിന്നൂല. ഈ തിന്നണ കാണിച്ചു കൊടുക്ക്. സ്പൂണൊന്നും വേണ്ട. കൈ കൊണ്ട് കഴിച്ചാൽ മതി. തീർന്നിട്ടില്ല. എന്നാ എനിക്കിഷ്ടണ്ടോ? ഞാൻ കഴിഞ്ഞ വരെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞ അട ഉണ്ടാക്കി തരും. അപ്പൊ തന്നെ 10 മിനിറ്റാണ് അമ്മ അട കുഴക്കുന്നുണ്ടാക്കണം. അപ്പൊ ഇത്തവണ വന്നപ്പോ പറയാണ്ട് തന്നെ രാവിലത്തേക്ക് ഒരു കടി അടിക്കണം. എന്താ നമ്മുടെ കേക്ക് കഴിക്കുന്ന പരിഷ്കാരി പരിഷ്കാരിലുണ്ട്. ചോറ് അറിയും. വേറെ ഒന്നും വേണ്ട. അതുവരെ നമുക്ക് സ്പൂണ്. സ്പൂണ് കാരി. എന്താ KFC സ്പൂൺ കൊണ്ട് കഴിക്കാം. കുളിക്കണ കുളമൊന്നും അല്ല. എനിക്ക് കാണിച്ചു തരാം. കുളം കാണാൻ ഇറങ്ങിയത് ഞങ്ങള്. ഓന് കുളം കണ്ട ഈ ഡ്രസ് ഇട്ട് വേണമെങ്കിലും അക്കു ചാടും. നീന്താനൊന്നും അറിയില്ല. അടിത്തട്ട് അളന്ന് വരൂല്ലേ അക്കു. കുളം കാണാനുള്ള സന്തോഷം അത്. നടക്കങ്ങോട്ട്. മാളു ചേച്ചിന്റെ കൈ പിടിച്ച് നടക്ക്. കുളം കാണുന്ന സന്തോഷാണിത്. ഡ്രസ് വാങ്ങി തരാനോ? കുളിക്കാനോ? എനിക്ക് സുവച്ചിന്റെ കൂടെ പോണ്ട. തോർത്തെടുക്കണക്കു. അക്കുവിന് വേണ്ടി മുൻകരുതൽ. തോർത്തെടുക്കാൻ പോയിരിക്കും കേട്ടോ. അവിടെ അങ്ക് തോർത്തെടുക്കാൻ. നമുക്ക് കുളിക്കണോ? നന്ദ കുളിക്കുന്നത് വീഡിയോ എടുക്കാം നമുക്ക്. ചൂരണോ? മീൻ കടിക്കുവോ? പന്നെ ഡ്രസ്സൊക്കെ ഊരി കുളിച്ചാ മീൻ കടിക്കും. അപ്പോളോ? മീൻ കടിക്കും. മഴയുള്ള സമയത്ത് വന്നാൽ കുളം ഫുള്ള് നിറയും. നല്ല ട്രാൻസ്പാരന്റ് ആയിട്ട് നല്ല ഭംഗിയാണ്. കണ്ട പാടെ അറിയില്ല. കണ്ടിട്ട് കുറച്ചായി. വന്നതിന് ശേഷം പോയിട്ടില്ല. മാള് പഠിക്കുന്നോടത്തുനിന്ന് വന്നതാട്ടോ. ഞങ്ങള് വരാൻ വേണ്ടി വന്നതാ. ഇതിനെ കാണാൻ വേണ്ടി ഞങ്ങള് വരുത്തിച്ചതാ അവളെ. ഞങ്ങൾ അങ്ങനെ കുളം കാണാൻ വന്നിരിക്ക. കുളമൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. നടക്ക് നീ. അക്കു ഡ്രസ്സൊന്നും നോക്കാൻ. അക്കുന് എന്താണ്? ഇത് അമ്പലത്തിന്റെ ഒരു സൈഡാണല്ലേ. ഇതാണല്ലേ അമ്പലം. ചാടിക്കോ. മാളു ചേച്ചി ഈ മുങ്ങിപ്പോയ മാളു ചേച്ചി രക്ഷിക്കുമല്ലേ. ഉഷാറാണല്ലേ. പാമ്പൂത്തിയോ? അന്ന് ചെറിയ വിളിച്ചോണന്നു. നന്ദ പോലീസിനെ വിളിക്കും. ഈ കുളം കാണാനാ നമ്മള് വന്നേ. എന്ത് രസാ നോക്കിയേ. എന്റെ ദൈവമേ നന്ദ എന്ത് രസാ നോക്ക്. ആൾക്കാര് കുളിച്ചോട്ടെ. അതിന് എനക്കെന്താ? മീനൊക്കെ ഉണ്ട്. അക്കോ ചാടിക്കോ. നീന്താ അറിയോ? ആർക്കും നീന്താ അറിയാത്തോണ്ട് അക്കു ധൈര്യമായിട്ട് ചാടിക്കോ. എന്റെ ദൈവമേ ഞാൻ അക്കുവിനെ ഉന്തിരട്ടേന്ന്. അക്കു ഓടിക്കോ. കൈ പിടിച്ചു. എന്നിട്ട് പോലീസിനെ വിളിച്ച് പറയാന്ന് ഉന്തിട്ടിട്ട്. ഒന്നും കൂടെ ഇറങ്ങിപ്പോവാണെങ്കിൽ ഒന്നൂടെ
ഇവിടെ നിന്നോക്ക്, ഇവിടെ നിന്നോക്ക്. പേടിയായി. അവിടെ അല്ലേ ഇവിടെ അതിന് മീൻ മീനുണ്ടോ? ഇത് മീനുണ്ടോ? ഇല്ലല്ലോ. ഇതാ കണ്ടോ? പിടിക്കട്ടേന്ന്. ഇതുമ്മക്ക് ഇറങ്ങിയാൽ മീൻ കൊത്തും. ഇതിലിറങ്ങിയാൽ കാല് മീൻ കടിക്കും. ഇറങ്ങണോ? ചേട്ടൻ ഇരിക്കുകയാണ്. പിടിച്ചോക്ക്. ശരിക്കുള്ളാണോ? പിടിച്ചോക്ക്. ഇവിടുത്തെ ഞാൻ തൊട്ടോക്കാം. മെല്ലെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി. അത് ചാടും. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു നോക്കാം തവളേനെ. അയ്യോ വെള്ളമൊന്നും വിഷയമല്ല തവളയ്ക്ക്. കുളിക്കുകയാണ്. വെള്ളേനെ കുളിപ്പിച്ചു. എന്താ എന്താ അമ്മ കുളിപ്പിച്ചു തവളേനെ. നന്ദ കുളിപ്പിക്കണോ? അമ്മ കുളിപ്പിച്ചു തവളേനെ. ചാടിപ്പോയതാ തവള ഓടിപ്പോയി. അവന് കുളിക്കണം. ഒരിക്കോ ആ ചാടിക്കോ. ഞാനിതുവരെ ഇറങ്ങാറുള്ളൂ. നല്ല ആള്. കുളം കാണിക്കാൻ കൊണ്ടുപോയിട്ട് അറിയാം ഞാൻ അത്ര വരെ ഇറങ്ങാറുള്ളൂ. അക്ക നിക്കണവരെ മഴ പെയ്യുമ്പോ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ അവിടേക്ക് എന്റെ ഏകദേശം ഇത്ര ഉണ്ടാവും. അപ്പൊ അതാണ് എന്റെ സ്പോട്ട്. എന്തേ അങ്ങോട്ട് പോകുന്നില്ല. അനക്ക് എന്തോ ഒത്തിരി നീന്തൽ അറിയാറില്ലേ നീ? മീൻ വരുന്ന പോയി. ഞങ്ങള് വന്നപ്പോ പോയി. എങ്ങനെ ഉണ്ടാക്കൂ? ഫിഷ് സ്പാ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാട്ടെ. ഞങ്ങളെ കാലനക്കാതെ നിക്കണം അത്ര. ആരും രക്ഷിക്കൂല കേട്ടോ. ഇല്ല പറഞ്ഞില്ലേ? ഇല്ല വേണ്ട നോക്കണ്ട. ഇതോ നിറയെ മീന് കാണിച്ചു തരാം. നോക്ക് നോക്കമ്മീതാ. അമ്മ അനങ്ങാതെ നോക്കുക. അമ്മേന്റെ കാൽമ പിടിച്ചു നിൽക്കും. നോക്ക് നീ അനക്കല്ലേതാ. നോക്ക് 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 കണ്ടോ? നിറയെ മീന് കൊത്തി പിടിച്ചിരിക്കുന്നു. അപ്പൊ വരലക്കോ? നോക്കി പോണേ. അനക്ക് നിന്നപ്പോ അവരൊക്കെ പോവാണോ? ഫോട്ടോഷൂട്ട് ചെയ്യാനാ വിചാരിക്കുന്നത്. ക്യാമറ വാട്ടർ പ്രൂഫ് അല്ലാണ്ട് പോയി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാനൊന്ന് വെള്ളത്തിൽ മുങ്ങണം. ഒപ്പം ക്യാമറയും ഒപ്പം ചാടട്ടെ. നീ ധൈര്യം അടിക്കും. എന്റെ ക്യാമറ ചാടും. നീ ചാട്. മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട്. അതിന് മുമ്പ് നീ ഇപ്പൊ ഒരു ട്രയല് നോക്ക്. എന്നിട്ട് അത് സെറ്റ് ആകുമോ നോക്കാലോ. നീന്താ അറിയില്ല ഓൾക്ക്. എന്നിട്ടാണ് ഓളെ ഡയലോഗ്. കൊറേ മീൻ കടിക്കണ്ട. എന്നോട് ആരാ അവിടെ ഇരിക്കാ പറഞ്ഞേ? നമുക്ക് വെള്ളത്തിന്റെ ഫോട്ടോ എടുത്താലോ? നാട്ടുകാരെ അയ്യോ നാട്ടുകാരെ അച്ചമ്മ കാണണ്ടട്ടോ നന്ദേ. അന്നും കടിച്ചോ? എന്താ കിട്ടിയതാ? ചേച്ചി അവിടെ ആ മനുഷ്യൻ നീന്തി പോയി വീഡിയോ എടുക്കും. ഞാൻ നിന്നെങ്കാറ്റും എന്റെ വീടല്ലേ ഇവിടെ അടുത്ത്. എന്റെ സ്ഥിരം കോളല്ലേ ഈ പോയി എടുക്കും. വേണ്ട, അതൊരു ബുദ്ധിമുട്ടാവും. ഞാൻ സൂം ചെയ്തെടുക്കും. നോയിക്കോ നീ. അതാ അത് കാക്കിയായിരുന്നു. അത് പാറിപ്പോയി. അത് കൊളക്കാക്കിയാണ് തോന്നുന്നു കേട്ടോ. തോടാ? ആ ആമേനിയാ. എന്താ ഇറങ്ങല്ലേ നീ? ആ അതാ ആമ നടക്കുന്ന. തള്ളി മറിക്കല്ലേ മാളൂയി? ആണോ? ആമേന്റെ കുട്ടികളൊക്കെ മാളൂനെ കാണാൻ വന്നിരുന്നു എന്നാ പറഞ്ഞു കേട്ടോ. തെറ്റിപ്പോയതാല്ലേ? എല്ലാത്തിനും കഥയുണ്ട് കേട്ടോ ഓൾക്ക്. ജിഷ്ണു കഷ്ടപ്പെടും. പ്രശ്നം വിളിച്ചാലോ പ്രശ്നം.
അല്ല അമ്മായി ഡ്രസ്സൊക്കെ ഇട്ടത് അമ്മായി എന്നെ എനിക്ക് മൂക്കുത്തി വീഴല്ലേ. ബാ എടി ചാടറ, എന്റെ വീട് ഇവിടെ അടുത്തല്ലേ, ചാട്. മഞ്ഞ എട്ട് കലിയാണിത്. ഇത് കടിച്ചാൽ നന്ദ സ്പൈഡർമാൻ ആവും. കണ്ടോ, സ്പൈഡർമാൻ ആവും നന്ദ, സ്പൈഡർ വുമൺ ആവും ഇത് കടിച്ച. വേണോ? ആ എന്നാ കടിക്കാൻ പറയും. അയ്യോ ദുഷ്ട മനസ്സാണ് കേട്ടോ. നോക്ക്, നമുക്ക് വെള്ളത്തിൽ മുക്കാന്ന്. വേണ്ട വേണ്ട, പോവാം, നമുക്ക് രക്ഷപ്പെട്ടോട്ടെ. പാവത് കണ്ടോ, അമ്മേന്റെ കൈക്ക്. പണ്ട് എല്ലാത്തിനും പേടിയാണ് കേട്ടോ, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഹൈറ്റോ ഞാൻ അന്നൊക്കെ ഒരു ഇത്ര കൂടുതലുണ്ടാവുള്ള. പോയി അക്കു, മതി വാ. എന്താ ഇനി പോയാ അമ്മ പിടിക്കൂല കേട്ടോ. പണ്ട് ഞാനൊരു കണ്ണാപ്പിയായിരുന്നു, എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. റീൽസിന്റെ ഐഡിയാസ് പറഞ്ഞു തരുന്ന ആളാട്ടോ മാളിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇപ്പഴാ പിന്നെ സമയമില്ലാത്തോണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാന് ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നോക്കട്ടെ നമുക്ക്. ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ ഇപ്പൊ അമ്മയോട് പറയണ്ടേ, ഞാൻ മുതൽ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയാലോ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു ആയിക്കോ മോളെ ആയിക്കോ, അമ്മക്ക് ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ഡിലീറ്റ് ആക്കി പോവാനല്ലേ. NRI-കാരുണ്ടാകുമ്പോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാറില്ല. പറയും പോലെ അത് പോയിട്ടോ, വെള്ളത്തിലിറങ്ങി അത് പോയി കൂടി ഉണ്ട്. അത് കാണിച്ചു തരാം അമ്മ. ഇവിടെ വേറൊരു അടിപൊളി സ്ഥലം കൂടി ഉണ്ട്, കാണിച്ചു തരാവേ. കണ്ടോ, എന്ത് രസാ. മുള്ളല്ല അമ്മേ, അമ്മേനെ ഉറുമ്പ് കടിച്ചു മോളെ. ഇവിടെ ഒരു അടിപൊളി സ്ഥലം ഉണ്ട് കേട്ടോ. വാവ്, ഇതായിരുന്നു കേട്ടോ അടിപൊളി. കണ്ടോ, ഈ കുളത്തുനിന്ന് വരുന്ന വെള്ളം കേട്ടോ. കലാമിനുണ്ട് സിട്രീസ്. ഉറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ പോയി ചോദിക്കാം, കലാമിൻ ലോഷൻ വേണോ? ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ? ആ വെള്ളത്തേക്ക് അങ്ങോട്ട് എടുത്തിട്ടാലോ തോന്നിപ്പോയി. വിഷ്ണു, ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നിനക്ക് കിട്ടിയ ഒരു അസറ്റാണ് ഇത്. അല്ല, നമ്മുടെ റൂമിലില്ലേ എന്ത് കടിച്ചാലും അപ്പൊ എടുത്ത് വരും കലാമിനെ കൊണ്ടിട്ട്. ആസിഡ് ഫ്ലൈ ആണോ ഉറുമ്പാണോ വെറുതെ അലർജി ഏതാണ് അപ്പൊ ഒരു കലാമിൻ തെച്ചാൽ മതി, എല്ലാം ശരിയാവും. അതിന്റെ കൂടെ കൂടി നമ്മള് പഠിച്ചതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക്. അല്ല, എന്റെ കാല് മറ്റേ ഇങ്ങനെ ചൂട് കൂടിയിട്ട് ഇങ്ങനെ ബേണിങ് സെൻസേഷൻ വന്നു. അപ്പൊ അവളുണ്ട് കലാമിന്റെ ശരിയാവും കലാമിന്റെ കമ്പനിക്ക് പരസ്യം കൊടുക്കാം. എന്തൊക്കെയാ മാളി ചേച്ചി പറയണ പോലെ? എങ്ങനെയുണ്ട് മാളി ചേച്ചി? ജിഷ്ണു മാമന് പറ്റുമോ? ഇല്ലേ, ഇത് കുഞ്ഞു മാളി ചേച്ചിയാണെന്ന്. കുഞ്ഞു ജിഷ്ണു മാമ വലുതാലേ? ഇന്റെ ജിഷ്ണു മാമൻ പാവാണ് പറഞ്ഞാലേ. അപ്പൊ നന്ദനെ കുളത്തിക്കൊണ്ടണ്ട. അപ്പൊ മെല്ലെ മെല്ലെ കൊത്തല് കൈ കുച്ചും. അപ്പൊ ഞാൻ ആമയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും, നന്ദനെ കുളത്തുനിന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ആമ പിറ്റത്ത് അന്നത്തെ രാക്ഷസനുണ്ട്. ആമരാക്ഷസ അത്ര വലുതാ. ആമേനെ പിടിച്ചിട്ട് നിന്റെ വീട്ടിക്കിടുന്നു. ആ ചേച്ചി തോറ്റു, മാളി ചേച്ചി തോറ്റു, മാളി ചേച്ചി തോറ്റു, തകർന്നു പോയി മാളി ചേച്ചി. ഞാൻ ഇടയ്ക്ക് ചിരിച്ചതുകൊണ്ടല്ലേ നോക്കൂലേ. അപ്പൊ മാളി അയ്യോ അമ്മ ആക്ഷൻ കാട്ടിയോ? ഞാൻ അങ്ങനെ ആക്ഷൻ ഒന്നും കാണാറില്ല. അപ്പൊ ബോധം വിടും. മാളി ചേച്ചിന് ഊതിയ മതി, മാളി ചേച്ചി ബോധം കെട്ടി വിടും. മുന്നേ നിന്ന റൂമിൽ ഇതുപോലെ ഉറക്കത്തിൽ എന്തോ പൊട്ടിച്ചാടിയതാ. സൗണ്ട് ആയിട്ട് ഞാനിങ്ങനെ എണീച്ച് നോക്കി. സാധാരണ അങ്ങനെ നീച്ച് നോക്കാൻ ധൈര്യമൊന്നും ഉണ്ടാവില്ല. നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ഇവിടെ കിടന്ന റൂമിൽ വേറെ ഇട്ടുണ്ട്, അവളെ തലേന്റെ അടുത്താ വീണ്. ഇവള് ഈ സാധനം കൊടുത്തിട്ട് അത്ര നാളെ ടീഷർട്ടൊക്കെ ഇട്ട് ഉറങ്ങിയ നാളെ അന്ന് കൂടിയില്ലേ, അതിട്ടായിരുന്നു. ഇവള് ഇത് കൊടുത്ത് ഇങ്ങനെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട്. കണ്ടിന്റെ കളി പോയി. ഞാൻ അലറി, എനിക്ക് പിന്നെ സൗണ്ട് ഇല്ല എന്ത് വ്യത്യാസത്തിന്. അടുത്ത വീട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി. അപ്പൊ അമ്മക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പൊ കോമഡി. ഇപ്പൊ പറഞ്ഞ് നല്ല ആളാണ് കേട്ടോ. ഷെഡിയുണ്ടോ? അത് അതുക്കും മേലെ പോവാ. വന്നു കേട്ടോ. കൊള കോഴിയാണോന്ന് കൊളക്കാക്കിയാണോ? നീർക്കാക്കല്ലേ? നീർക്കാക്കിയോ? കണ്ടെന്താ വെള്ളത്തിലൂടെ പൂണ കാക്കേനെ കണ്ടോ? അങ്ങനെ ഇടണ്ട കേട്ടോ. നന്ദക്കോട്ട് മൂന്ന് കൈയെടുത്ത് മുക്കിയിട്ട് വേണ്ട വേണ്ട, അത് അക്കുന് കൊടുത്തു, അക്കുന്.
അയ്യോ ഇതാണ് ഇവിടുത്തെ അടുത്ത ആള് കേട്ടോ. ഇത് മാളുവിന്റെ അനിയത്തിയാണേ. മിഠായി ഉണ്ടെന്ന് ചേച്ചിന്റെ കയ്യില്. ചേച്ചിന്റെ പേരെന്താന്ന് ചോദിക്കി. പേരെന്താ? ഞാൻ പോണ വരെ ഇവിടെ ആരില്ല. ഒരു കൂട്ട ആൾക്കാരല്ലേ. ഒന്ന് പേരെന്താ ചോദിച്ചു നോക്ക്. നിരഞ്ജന. എന്താ വിളിക്കുക ചോദിച്ചു നോക്ക്. ദേവു. എന്താ പേര്? എന്താ ഞാൻ കേട്ടു നാണിക്കള്ള അങ്ങനെ എന്തോ അല്ലേ. ഇത് വേറൊരു പേരും കൂടെ ഉണ്ട്. നമ്മളെ കുളത്തിൽ എന്താണ് കണ്ടത്? ചെന്നാണ് മഞ്ഞത്തവള. വെറുതെ പറയാ. അങ്ങനെയാണെങ്കിൽ മാളുവിന്റെ പേര് പറയും. യൂട്യൂബിൽ മാളുവിന്റെ പേര് ചാളമേരി. അത് കറക്റ്റ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടാവല്ലേ. ഇങ്ങനെ ഇരിക്കില്ലേ. അപ്പൊ എല്ലാം കിട്ടി. നല്ല കാര്യമുണ്ട്. ചുരുളഴിയാത്ത രഹസ്യങ്ങളെല്ലാം കിട്ടിയില്ലേ തന്താ? എന്താ കാര്യം അറിയോ? ചാളമേരി. അതാണ് ചേച്ചിയുടെ ശരിക്കത്തെ പേര്. ജിഷ്ണു മാമിനെ അറിയില്ലായിരുന്നു. മാളി ചേച്ചിയുടെ ശരിക്കത്തെ പേര് കോളേജിന്റെ പേര്. മാളി ചേച്ചിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തത് ചാളമേരി ഉണ്ടാവും. ഇതാ ഞങ്ങളുടെ ജിഷ്ണുവിന്റെ ചാളമേരി. ബസ്സിലിരിക്കുമ്പോ തല കണ്ടിരിക്കാൻ വാങ്ങി ഒരു സാധനം തരും. തിന്നിട്ട് തിന്നോ. പുളിമുട്ടായി ഒക്കെ ഇവിടെ ഇഷ്ടമാണ്. പുളിമുട്ടായി ഇവിടെ ഇഷ്ടമാണ് ഞങ്ങക്ക്. പണ്ട് ആയു തന്ന മിഠായ. നീ ആയു തന്ന മിഠായ ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയ മിഠായിയാണ്. ഒന്നും കൂടെ നീ ഉണ്ടാക്കിയതായി ഒന്നും കൂടെ കൊടുക്കണം. വാ ചെല്ല്. വാ നോക്കാലോ. ചെന്ന് നോക്കി ഉണ്ടാക്കി കൊടുത്തിട്ട് വാ. ഏതായാലും ഉണ്ടാക്കിയതല്ലേ. പാള് മുളക് വയ്ക്കാൻ പോകുന്നു. നമ്മളിന്ന് സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ മുളകാണ്. മാളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ് ഈ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ മുളകിന്റെ പ്ലാന്റ് എവിടെയാ നോക്കുകയാണ്. അത് പറയാണ് നമ്മൾ ഉണ്ടാക്കിയ മുളക് പറിക്കാൻ പോവാന്ന്. സ്വന്തമായിട്ട് അമ്മ ഉണ്ടാക്കിയത്. സോറി കേട്ടോ. വഴുതനങ്ങ ഒക്കെ ഉണ്ടല്ലേ. മുരിങ്ങേൻ്റെ ഒക്കെ ഉണ്ട്. പപ്പായ ആയി വരുന്നുള്ളൂ അല്ലേ. എടാ ഇതെന്താ ഈ സാധനം? എള്ളാണോ? ഈ സാധനക്ക് അറിയണ സാധനമാണല്ലോ. ഇതെന്താ നിനക്കറിയില്ലല്ലോ. എന്താ മോളെ ഇത്. ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ ഒന്ന്. ഇത് എനിക്ക് തോന്നുന്നത് എള്ളാണെന്ന്. എന്താ അമ്മയ്ക്ക് അറിയണ്ടാവും. വാവ്, എന്റെ നിഗമനം ശരിയല്ലേ? നോക്ക് ആള് നോക്ക്, തുറന്നു നോക്ക്. എള്ള് ഇങ്ങനെയാണോ? ആ ഇങ്ങനെയാണ് എള്ള്. വാവ് ഗൈസ്, എള്ള് കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടോ? ഞാൻ ഗസ് ചെയ്തത് എത്ര കറക്റ്റാ നോക്ക്. ആദ്യമായി കണ്ട ചേച്ചി ആദ്യമായി കണ്ട എള്ള്. മനസ്സിലായത് എള്ളാന്ന്? ഇല്ല. എന്നാ തിന്നു നോക്ക്. സത്തൊന്നും പോവില്ലായിരിക്കും അല്ലേ? ഇതാണ് എള്ള്. സ്വന്തം വീട്ടിലുള്ള ഒരു ചെടി എന്താന്ന് പോലും അറിയില്ല. നീ എന്റെ അനിയത്തിനെ വിളിച്ചോ, പോക്ക് അറിയോക്കാം. ദേവ് ഇവിടെ വാ, ഇവിടെ വാ. ചാളവേരിന്ന്. ദേവ് ഇവിടെ വാ. ദേവ് ഇതെന്താ സാധനം? ഇതെന്താ സാധനം? വാവ്, കൺഗ്രാറ്റുലേഷൻ. ഗിഫ്റ്റ്. ഓളെ കണ്ണൊക്കെ തള്ളിയത്. അമ്മ ആരോട് പറഞ്ഞോണ്ട് നല്ല ടീം. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എനിക്കറിയാം. അക്കു എള്ള് കണ്ടില്ലേ? ചേച്ചി ഒന്ന് തുറക്കൂ, ഒന്ന് വാ തുറക്കൂ. പറഞ്ഞ ഞാൻ പൊട്ടിച്ചുതരാം. മാളി ചേച്ചിയുടെ ശരിക്കത്തെ പേരെന്താ? എന്തേന്ന് പറഞ്ഞത് നോക്കട്ടെ. മേരി എന്താ? സോഡാമേരി ആക്കി. സോജാമേരി. നന്ദമേരി. വാവ്, നന്ദമേരി. എന്റെ പേര് മാറ്റി, സോജാമേരി ആക്കി. ഭാഗ്യം. റോജ സോജാമേരി ചന്ദാന്റെ ഒരു പാട്ട് ഇഷ്ടമൊക്കെ, അതാണോ അങ്ങനെ പറഞ്ഞ. ഇങ്ങനെ കളിക്കാനാണോ? നീ കളിച്ചോ.
നീ കളിച്ചോ, പക്ഷെ റോട്ടിക്ക് പോവരുത് കേട്ടോ. ഓക്കേ. നാളോന് നമ്മളൊന്ന് പോയിട്ട് വേണം ഉറങ്ങാന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അവൾക്ക് ഉറക്കത്തിന്റെ ഒരു മൂടുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്ന അതേ ടൈമാണെന്ന് അവള് പറഞ്ഞത്. ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം മാം വീഡിയോ വെച്ചിരിക്കാം, ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കാൻ പോയി, മാം ബാക്കിൽ നിന്ന് ഷർട്ട് പിടിച്ച് അങ്ങനെ പോവാം. നാളെ എറണാകുളത്ത് പോയാലും 5 മണിക്കല്ല അടുത്ത എന്താ എങ്ങോട്ടാ എങ്ങോട്ടാ? ബാ ബാ നമ്മള് പോവാണ്. എന്താ ഈ ചേച്ചിക്ക് ഭയങ്കര ഡാൻസ് അറിയാന്ന്. ഇതാ അങ്ങോട്ട് നോക്കിക്കോ, ചേച്ചി ഡാൻസ് കളിക്കുന്നു. ഇപ്പൊ നോക്കിക്കോ, മാളു ചേച്ചിയാണോ ദേവു ആണോ ഡാൻസ് കളിക്കണ്ടേ? കളിക്കുന്നുണ്ടോ? ഇങ്ങനെ കളിക്കും. ഇതല്ലേ ഇതിങ്ങനെ നേരെ പുളിമുട്ടായും പടക്കം കൊടുക്കുക എന്ന് പറഞ്ഞ ദേവ് പറ്റിച്ചു. അതുകൊണ്ട് നന്ദ പിണക്കത്തിലാ അല്ലേ? ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഫോൺ വിളിച്ച് പറഞ്ഞു നന്ദ പോകുമ്പോ അങ്ങനെ എന്താ കണ്ടോ, നമുക്ക് പോകുമ്പോ വാങ്ങിക്കാന്ന്. ഞങ്ങള് വാങ്ങിക്കുമല്ലോ. നന്ദ ഫാൻസ് ഒക്കെ നന്ദേനെ പറ്റിച്ചു ഈ ദേവു കേട്ടോ. ദേവു നന്ദേനെ പറ്റിച്ചു. എവിടെ മാളു? മാളു പാവാണോ ദേവു ആണോ മാളു ആണോ പാവം? പുളിമുട്ട ഇല്ല, ചോക്ലേറ്റ് മാത്രമേ നീ കൊടുത്തിട്ടുള്ളൂ. നീ പുളിമുട്ടായി ആണ് കൊടുത്തത്. പുളിമുട്ടായി ഞങ്ങൾക്ക് ഫേവറേറ്റ്. ഇതെന്താ? ആഹാ, ഞങ്ങൾക്ക് വാല്യുബിൾ ഗിഫ്റ്റ് ഒക്കെ തന്നയച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായ ഹോം മെയ്ഡ് ചേനയും വഴുതനങ്ങയും. എന്നോട് പറയണട്ടെ, ഇവർ രണ്ടാളും കുട്ടീനെ പറ്റിക്കുന്ന ആൾക്കാരാന്ന്. ആ മുഖം കണ്ടാ പാവൊന്നും അല്ല അവള്. കണ്ടാ നൃത്തം കണ്ടവൾ എന്തൊരു പാവാന്നറിയാം. അതല്ല, ഭീകരിയാണ് ഇത്ര. ഓളെന്നെ സമ്മതിച്ചു. ഇത് അടുത്ത കുട്ടി ഭീകരി. ടീച്ചറാണല്ലേ? ലുക്കില്ലാന്നേ ഉള്ളു. ഞാനും ഭയങ്കരയാണല്ലേ? ടീച്ചറാണല്ലേ? പോവാ, നമുക്ക് എല്ലാരോടും ടാറ്റ പറയാം. ഞങ്ങള് പോവാണ് പറയും. എന്റെ കുട്ടീനെ എല്ലാരും കൂടി പറഞ്ഞു പറ്റിച്ചു. പുളിമുട്ടായി. ടാറ്റാ. അപ്പൊ മാളു, അമ്മേ, ദേവു, ടാറ്റാ, ബൈ. ടാറ്റ പറയും. എല്ലാരോടും ടാറ്റ പറയും. പടക്കം വാങ്ങാൻ പോവാ. നിങ്ങളോട് ആരോടും കുട്ടി മിണ്ടൂല. ഇവർ രണ്ടാളും കുട്ടീനെ പറ്റിച്ചു. പുളിമുട്ടായി തരാന്ന് പറഞ്ഞിട്ട്. പോട്ടെട്ടോ, ശരിയേ? ഇതിന്റെ വല്യമ്മേന്റെ മോള് കേട്ടോ, അഞ്ചു. ഇതെന്താ ഇവിടെയൊക്കെ വന്ന് നിക്കുന്നേ? വാ വാ വാ. ഹലോ സാറേ, ഇത് നമ്മളെ ചന്തുവിന്റെ പ്രായമാണ് കേട്ടോ. അതേപോലെ വില്ലാളിയാണ്. ഒരു മാസമൊന്നുമില്ല. എടാ സ്കൂളിലേന്നോ? ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ? വാ നടക്കും. ഇതാരപ്പ? ഇത് അമ്മ കേട്ടോ, റിനീഷിന്റെ അമ്മയാണേ. ഇത് നന്ദുട്ടൻ, ഞങ്ങള് നന്ദുട്ടൻ. അതാ അച്ഛക്ക് കുട്ടീനെ കിട്ടിയല്ലോ. ഇത് ഓരോ കുട്ടിയല്ലേ? എങ്ങനെ മനസ്സിലായി എനക്ക്? ഇത് ഇങ്ങനത്തെ മോതിരം. നീ മോതിരം ചോദിച്ചില്ലായിരുന്നോ? അങ്ങനെ പഠിക്കരുത്. ഇതാണ് മോതിരം. ഇങ്ങനെ കാണിച്ചോണ്ട. ഇതെന്താണ്? മോതിരം. കഴിച്ചോ? മോതിരം കടിച്ചു തിന്നി. ഇതൊക്കെ അഞ്ചുമേമയല്ലേ? അഞ്ചുമേമ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ പഴംപൊരി. അപ്പൊ ഞങ്ങള് പോട്ടെട്ടോ. ടാറ്റ കൊടുക്ക എന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയ്ക്ക് അമ്മമ്മയ്ക്കൊക്കെ ടാറ്റ കൊടുക്ക. അത് വേറെയാണ് കേട്ടോ. അപ്പൊ ഈ വരുന്നില്ല?
എന്നാ ടാറ്റ തന്നേക്ക്, ഒരു ഉമ്മയും തന്നേക്ക്, ഒരു ടാറ്റ ഉമ്മയും തന്നേക്ക്. ഒരു ഉമ്മ വരുമോ? ഒരു ഉമ്മ വരുമോ? താങ്ക് യു. നമുക്ക് അവര് യാത്ര വെച്ചു. ബൈ. ഈ ഇത് എന്റെ വലിയമ്മേന്റെ മോളാണ്. ഇവളെ കണ്ട ചിക്കുനെ പോലെ ഉണ്ട് എന്നാട്ടെ എല്ലാരും പറയില്ല. ഇവളും ചിക്കുനെയും പണ്ട് മാറിപ്പോയിരുന്നു. അങ്ങനെ എന്താ ഉണ്ടോ നോക്കണേ. പോട്ടെന്നാ, ബൈ. പണ്ട് ചിക്കു ആണെന്ന് കരുതി ചീത്ത വരെ കേൾക്കും. ഇപ്പൊ പക്ഷെ മാറി. ചിക്കു ഇപ്പൊ നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് തടിക്കും ചെയ്തു. എന്നാ പോട്ടറാ ചിക്കസേ, പോട്ടെ. ബൈ പറ. ബൈ പറ. സീ യു. ബൈ ബൈ. കയ്യില് അമ്മ ഇവിടെ നിൽക്കുക, വരുന്നില്ല. പ്ലീസ് അമ്മ ഒരു ദിവസത്തോളം കൂടെ നിക്കട്ടെ, ഒറ്റ ദിവസം. വേണ്ട, അമ്മ ഇവിടെ നിന്നോട്ടെ. എന്നാ നിങ്ങൾ പോയിക്കോട്ടോ. ടാറ്റാ. ബോള് വാങ്ങിക്കണെന്ന്. ഓക്കെ പറ. മൂളിയിട്ടുണ്ട് അവിടെ. ഒന്ന് മതി. വേണ്ട, ഇത്ര മതി കേട്ടോ. വാവ എടുത്തോ. ഇത് മതി. ഒന്ന് അച്ഛമ്മയ്ക്ക് കൊടുക്കണം പറ. അച്ഛമ്മക്ക് പുളി പറ്റൂല. അതന്നെ പറ്റൂല. ഓ അച്ഛമ്മ 10. കയറി അതൊക്കെ പറഞ്ഞു